അരിയും സാധനങ്ങളും. ആ, തൊഴുതു പ്രദക്ഷിണം വെച്ച് വന്നോളൂ. പൂജ കഴിഞ്ഞ് നിവേദ്യപ്രസാദം തരാം. ആ, भूसुराचितभो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् झनुतक जङ्किणु झनुतक्किटकक शब्दैरटसि महानटभो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् धर्मस्थापन दक्ष दक्ष गुरो दक्ष यज्ञ शिक्षक भो साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् शिवाय नमः शिवाय नमः शिवाय नमः नमः शिवाय शिवाय नमः शिवाय नमः शिवाय नमः नमः शिवाय മീനാക്ഷി നിൽക്ക്, നിവേദ്യപ്രസാദം തരാം. ചോറിന് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞ ആ വള്ളക്കാരൻ എങ്ങോട്ട് പോയി? ആരാ? ആരെയാ നോക്കുന്നത്? എന്നെ ഇക്കരെ കിടത്തിയ വള്ളക്കാരനെ. ഞാൻ അയാൾക്ക് നിവേദിച്ചോറ് കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. വള്ളക്കാരൻ എങ്ങോട്ട് പോയി? കുട്ടി, ഈ കടവിൽ അങ്ങനെ ഒരു വള്ളക്കാരനില്ല. ഉണ്ട്, കുറച്ച് ഉയരമുള്ള നല്ല വെളുത്ത മഞ്ഞ വസ്ത്രം ധരിച്ച സുമുഖനായ ഒരാൾ. ആ, അങ്ങനെ ഒരാളാണെങ്കിൽ ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കണ്ടു. ക്ഷേത്രത്തിലേക്കോ? അയാൾക്ക് നിവേദിച്ചോറ് കൊടുത്ത് എന്നെ വള്ളത്തിൽ ഇക്കരെ കൊണ്ടുവന്നതിന്റെ കൂലി നൽകണമല്ലോ.
മീനാക്ഷി ഇതുവരെ പോയില്ലായിരുന്നോ? കടവിലെ വള്ളക്കാരൻ ഇങ്ങോട്ട് വന്നോ? വള്ളക്കാരനോ? അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതായിട്ട് അറിയില്ലല്ലോ. ശ്രീ മഹാദേവ, പരമപ്രഭു, ഇനി എവിടെയാ വള്ളക്കാരനെ അന്വേഷിക്കോ? ദേവ, പാർവതി കാന്ത, ശിവനെ നിന്ദിച്ചു പറഞ്ഞ വള്ളക്കാരൻ അങ്ങായിരുന്നു. അടിയന്റെ ഭക്തി പരീക്ഷിക്കുകയായിരുന്നു. വള്ളക്കാരനായി വന്ന് അടിയന് ദർശനം നൽകിയല്ലോ. നന്ദി. ശതകോടി പ്രണാമം ഭഗവാനെ. चरणयुगं शिवाय नमः शिवाय नमः शिवाय नमः नमः शिवाय. എന്താ മീനാക്ഷി, പശുക്കറവ് ഒഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ വരാൻ നേരമില്ലേ? തറവാട്ടുകാർ കറവ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ എന്റെ ക്ഷേത്രദർശനം മുടക്കാനാണല്ലോ. എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. എല്ലാറ്റിനും ഒരു മാറ്റം ഉണ്ടാകും. ആട്ടെ, തറവാട്ടിൽ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങള്? മണിമേഖല തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഉടനെ ഒന്നും മടങ്ങിപ്പോകുന്ന ലക്ഷണം കാണുന്നില്ല. എന്നെ തറവാട്ടിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കാനാ മണിമേഖലയുടെ വരവ്. ശിവകാമിയും അമ്മയും അവൾക്ക് വേണ്ട ഒത്താശകളും ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം മീനാക്ഷി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശിവകാമിയേക്കാൾ വലിയ അപകടകാരിയാണ് അവൾ. സർവാംഗം വിഷം നിറഞ്ഞ ദുർജനങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്നവൾ. മണിമേഖലയും ശിവകാമിയും കുമുദവല്ലിയും ഒത്തുചേരുമ്പോ കുടിലതന്ത്രങ്ങളുടെ ഒരു അണിയറ തന്നെ തറവാട്ടിൽ രൂപം കൊണ്ടിരിക്കും. അവരുടെ ഗൂഢതന്ത്രങ്ങളുടെ നാമ്പുകൾ പച്ചൈമാലിലും നിനക്കെതിരെ പ്രവർത്തിച്ചാൽ നിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകിക്കൊണ്ടേയിരിക്കും. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കാൽച്ചുവട്ടിലെ മണ്ണിളക്കി കുഴിയിൽ പതിക്കില്ല ഞാൻ. തൃക്കടയൂരപ്പൻ അതിനനുവദിക്കില്ല കുങ്കിലിയാരെ. ആ വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ വിശ്വാസം മീനാക്ഷിയെ രക്ഷിക്കുക തന്നെ ചെയ്യും. മീനാക്ഷിയുടെ നിലനിൽപ്പിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ ക്ഷേത്രത്തിൽ ഉത്സവം അടുത്തു കഴിഞ്ഞു. ഇക്കുറി ക്ഷേത്ര ചടങ്ങുകളൊക്കെ വിപുലമായിരിക്കും. ഭരണസമിതിയിൽ ഇക്കുറി നമുക്കും അംഗത്വമുണ്ടേ. മീനാക്ഷിക്കും കാണുമല്ലോ ഉത്സവം പ്രമാണിച്ച് പ്രത്യേക നേർച്ചകളും വഴിപാടുകളും ഒക്കെ. ഭഗവാന് പാലഭിഷേകം നടത്തണം. തറവാട്ടുകാർ അനുവദിക്കുവോ? അവിടെയും മീനാക്ഷി ഭഗവാനിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക. ആഗ്രഹിക്കുന്നത് നടക്കും. പോട്ടെ.
കറക്കാൻ പോയ മീനാക്ഷി ഇനിയും വന്നില്ലേ? വഴി കാണുന്നവരോടൊക്കെ നമ്മുടെ ദൂഷ്യങ്ങൾ വിളമ്പി കൊടുത്ത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഒരു സമയം കഴിയുമല്ലോ. അവള് വരുന്ന വഴിയില് സ്ഥിരം കറങ്ങി നടക്കുന്ന ഒരു സിദ്ധനുണ്ടല്ലോ, അയാളെ കണ്ടാൽ അന്ന് അവൾ വരാനും വൈകും. അന്ന് 2 തുടം പാലെങ്കിലും കുറഞ്ഞുയിരിക്കും. നീ പാലളന്നു നോക്കാറില്ലേ? ആ, ചിലപ്പോഴൊക്കെ. അങ്ങനെ അലംഭാവം കാട്ടരുത് മകളെ. ക്ഷേത്രത്തിലെ വാർഷികാഘോഷ വരുന്നത്. അഭിഷേകത്തിന് വേണ്ട പാല് ഭൂരിഭാഗവും ഈ തറവാട്ടിൽ നിന്നല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്. ദേ വരുന്നുണ്ട്. ഇനി വരട്ടെ. മീനാക്ഷി, മുഴുവൻ പാലും ഉണ്ടല്ലോ, അതോ കണ്ണി കണ്ടവർക്കൊക്കെ ദാനം ചെയ്തോ? ഇല്ല ശിവകാമേ, മുഴുവൻ പാലും ഉണ്ട്. പിന്നെ നിങ്ങൾ ഉത്സവം പ്രമാണിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലല്ലേ? ഞാനും നിങ്ങളോടൊപ്പം വരുന്നു. വേണ്ട, നീ ഞങ്ങളോടൊപ്പം വരണ്ട. ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ഭർത്താവിന്റെ അമ്മയ്ക്കൊപ്പം കൂട്ടാൻ പറ്റിയ മരുമകള്, സഹോദരിക്കൊപ്പം കൂട്ടാൻ യോജിച്ചൊരു നാത്തൂൻ, സ്വൈരിണിയായി നിന്നെ സ്വന്തം ഭർത്താവ് പോലും ഒപ്പം കൂട്ടാൻ തയ്യാറാവില്ല. ഒരു പതിവ്രതാരത്നം. വാമേ. ഭഗവാനെ, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കാൻ അടിയന് അനുവാദമില്ലേ? എന്താ ചേച്ചി ഇവിടെ വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? മീനാക്ഷിയെ തകർക്കാൻ തന്ത്രങ്ങൾ ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത് ചേച്ചി എങ്ങനെ മൗഢ്യം ബാധിച്ചിരുന്നാൽ എങ്ങനെയാ? പണി തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങല്ലേ. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന മീനാക്ഷി കടുത്ത ഭക്തി ലഹരിയിലായിരിക്കും. അപ്പോ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ എളുപ്പമാണ് ചേച്ചി. അറിയാം, ആ പദ്ധതി തന്നെയാ ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുടങ്ങളിൽ അഭിഷേകത്തിനുള്ള പാല് നിറയ്ക്കുന്നത് നമ്മളും മീനാക്ഷിയും ചേർന്നായിരിക്കുമല്ലോ. മീനാക്ഷിക്ക് നിറയ്ക്കാനുള്ള ഒരു കുടത്തിൽ നമ്മൾ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ ഒളിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് പദ്ധതി? പദ്ധതി കൊള്ളാം, പക്ഷെ എളുപ്പമുള്ള കാര്യമല്ല. പാമ്പിനെ എവിടുന്ന് സംഘടിപ്പിക്കും? ഒരു പാമ്പാട്ടിയെ കണ്ടുപിടിക്കാൻ നിനക്ക് കഴിയില്ലേ? എന്ത് വില കൊടുത്ത് ഒരു പാമ്പിനെ വാങ്ങണം? ശ്രമകരമായ ദൗത്യമാണ് ചേച്ചി എന്നെ ഏൽപ്പിക്കുന്നത്. എന്നാലും എന്റെയും കൂടി ഭാവി ജീവിതത്തിന് വേണ്ടിയല്ലേ. പാമ്പിനെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. അത് മതി. പാമ്പിനെ ആഭരണമായി ധരിക്കുന്നവനാണല്ലോ മീനാക്ഷിയുടെ ആരാധനാമൂർത്തി. പാമ്പ് കടി ഏറ്റ് തന്നെ അവളുടെ അന്ത്യം സംഭവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പറഞ്ഞു പരത്താനുള്ള വിഷയങ്ങൾ രണ്ടായി. ഒന്ന്, ശിവനോട് കടുത്ത നിന്ന കാട്ടിയ മീനാക്ഷി ശിവഭൂഷണമായ പാമ്പുകടിയേറ്റ് തന്നെ മരിച്ചു. 2, അവൾ യഥാർത്ഥ ശിവഭക്തി ആയിരുന്നില്ല. ശിവഭക്തിയുടെ മറവിൽ പല പുരുഷന്മാരോടും വഴിവിട്ട് പെരുമാറിയ അബദ്ധസഞ്ചാരിണിയായിരുന്നു. മരണശേഷം അവളെക്കുറിച്ച് പരസ്യപ്പെടുത്താൻ അപവാദങ്ങൾ 2 ആയില്ലേ ചേച്ചി? ഉഗ്രവിഷമുള്ള പാമ്പാവുഞ്ഞെ. ഇതിന്റെ കടിയേറ്റവരാരും തന്നെ 30 നാഴിക തികച്ചിട്ടില്ല. അത്തരം ഒരു പാമ്പിനെ തന്നെയാ ഞങ്ങൾക്ക് ആവശ്യവും. നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം തന്നേക്കാം. പക്ഷേ ഞാൻ പറയുമ്പോ ഈ പാമ്പിനെ എടുക്കാനും വെക്കാനും ഒക്കെ നിങ്ങൾ ഒപ്പം ഉണ്ടാവണം. ഉണ്ടാവും. എങ്കി വരൂ.
മണിമേഖല ചേച്ചി ഇങ്ങ് വന്നേ. നീ ഇതുവരെ എവിടെ പോയിരുന്നു? മറന്നുപോയോ? ശിവകാമി ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അവൾ അത് നിറവേറ്റിയിരിക്കും. ഇങ്ങ് വന്നേ. കാണിച്ചു കൊടുക്ക്. ഉഗ്രവിഷമുള്ള പാമ്പാണെന്നാ ഈ പാമ്പാട്ടി പറഞ്ഞത്. അതെ, ഇതിന്റെ കടിയേറ്റ് മീനാക്ഷി ഒടുങ്ങിയിരിക്കും. ശിവന്റെ ആഭരണമായ പാമ്പുകടി ഏറ്റു തന്നെ മീനാക്ഷി കൊല്ലപ്പെട്ടത് കപട ശിവഭക്തിയാലുള്ള ശിവകോപം കൊണ്ടാണെന്ന് മാലോകർ വിശ്വസിച്ചോളൂ. നമ്മുടെ നില എല്ലാം കൊണ്ടും ഭദ്രം. ഒന്നൂടെ. എന്താ മണിമേഖല പകർന്നു തരുന്ന മദ്യത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? നീ പകർന്നു നൽകുന്ന മദ്യത്തിന് ഒരു പ്രത്യേക ലഹരിയാ. സിരകൾ തോറും നുരച്ചു കയറുന്ന ലഹരിയോടൊപ്പം ഒരു തരം സീൽക്കാര ശബ്ദമുണ്ട്. സത്യം, വല്ലാതെ ജീവിതം അടുത്തിരിക്കുന്നു മണിമേഖലെ. പുറത്തിറങ്ങി എന്നെ കാണുമ്പോ മാലോകരുടെ ഒരു അർത്ഥം വെച്ചുള്ള നോട്ടവും അടക്കി പിടിച്ച സംസാരവും ഒക്കെ എനിക്ക് വല്ലാത്ത അസഹിഷ്ണുത സൃഷ്ടിക്കുന്നു. അതെന്താ മാലോകർക്ക് പച്ചൈമാലിനെ കാണുമ്പോ അടക്കം പറയാനായിട്ട്? എന്റെ ഭാര്യയുടെ അബദ്ധ സഞ്ചാരം, അതിനപ്പുറം ഒരു വിഷയം വേണോ മാലോകർക്ക്? മീനാക്ഷിയുടെ മലിന ജീവിതത്തെക്കുറിച്ചുള്ള നശിച്ച ഓർമ്മകൾ, അത് മനസ്സിന്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോ മദ്യമാ അതിനെ വിളിച്ചുണർത്തുന്നത്. മണിമേഖല പകർന്നു നൽകുന്ന മദ്യം മറഞ്ഞുപോയ ഓർമ്മകളെയും അത് മധോന്മത്തനാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കുക. കുറച്ചുകൂടി പറഞ്ഞോളൂ. നിങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഓർമ്മകൾ ഉയിരെടുക്കാനും കരുത്ത് നൽകണം. മീനാക്ഷിയുടെ ഉയിരെടുക്കാൻ. നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്തായി കാട്ടുന്നത്? ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട വ്യക്തിയെ ലഹരിയിൽ തളച്ചിടുന്നത് ദൈവം നിന്നയല്ലേ? ഒരു അന്യ പെണ്ണിന്റെ ഭർത്താവിനെ ഇങ്ങനെ നശിപ്പിക്കുന്നത് പരമ കഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ അപവാദം കേൾക്കണം. മദ്യം പകർന്നു നൽകാൻ സാധ്യമല്ലെന്ന് ഞാൻ ശഠിച്ചപ്പോ എന്നെ ബലമായി കൈക്ക് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ? മദ്യം പകർന്നു തരുമെന്ന് കേൺ അപേക്ഷിച്ചിട്ടല്ലേ ഞാനിത് ചെയ്തത്.
ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലും. അയ്യോ, ഞാൻ ആരെയും നശിപ്പിക്കാനില്ലേ? മണിമേഖലയിൽ നിന്ന് നീ എനിക്ക് അന്യ പെണ്ണ. എന്റെ ജീവിതം തറക്കാമെന്ന സ്വൈരിണിയാ നീ.